നമസ്കാരം, CNTV ന്യൂസിലേക്ക് സ്വാഗതം. പുതിനപ്പറമ്പ് ഞാറക്കുന്ന് മുള്ളംകുന്ന് പ്രദേശത്ത് ലഹരി മാഫിയക്കാർ വളരെയധികം പിടിമുറുക്കിയിട്ടുണ്ട്. അതിനാസ്പദമായ സംഭവ വികാസങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലഹരി മാഫിയക്കാർ ആ പ്രദേശത്തുള്ള സുബൈർ, ലബീബ്, റാഫി എന്നീ ചെറുപ്പക്കാരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു സംഭവവികാസം ഉണ്ടായിട്ടുണ്ട്. ഈ പുതിനപ്പറമ്പ് പ്രദേശത്ത് വന്ന് താമസിക്കുകയും അവർ പുതിനപ്പറമ്പ് മുള്ളംകുന്ന് ഞാറക്കുന്ന് പ്രദേശത്തുള്ള ചെറുപ്പക്കാരെ ഈ ലഹരി മാഫിയക്കാർ അവരുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ആ പ്രദേശം നാട് ഒന്നാകെ ഒന്നിച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആക്രമണ സംഭവത്തിന് ശേഷം നാട്ടിൽ ജനകീയ സദസ്സുകളും പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും എല്ലാം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഇതിൻ്റെ ഭാഗമായി പുതിനപ്പറമ്പ് മദ്രസയിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച നാളെ വൈകുന്നേരം 6:30 ബഹുമാനപ്പെട്ട MLA P. നന്ദകുമാർ ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അതിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. എന്തു വന്നാലും ഈ നാട്ടിൽ ലഹരി മാഫിയക്കാരുടെ വിളയാട്ടം അനുവദിക്കില്ല എന്നാണ് ഈ നാട്ടുകാർ ഒന്നിച്ചു നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പത്രസമ്മേളനങ്ങൾ വിളിച്ച് ഇത്തരം ലഹരി മാഫിയക്കാരെ ഈ ഉന്മൂലനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നാടൊന്നിക്കുമ്പോൾ നമ്മുടെ മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകളുടെ ജനകീയ പിന്തുണ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ച് ചേർത്തിട്ടുള്ളത്. കഴിഞ്ഞ 10-ാം തീയതി ഈ നമ്മുടെ പുതിനപ്പറമ്പ് പ്രദേശത്ത് ലഹരി മാഫിയയുടെ ആളുകൾ അവിടുത്തെ സുബൈർ, ലബീബ്, റാഫി എന്നീ 3 ചെറുപ്പക്കാരെ അതിക്രൂരമായി മർദ്ദിക്കുകയും ലഹരിയുടെ വിളയാട്ടം തന്നെ നടക്കുകയും ചെയ്തു. ഇത്തരം ലഹരി മാഫിയ യഥാർത്ഥത്തിൽ അവർ ഈ നാട്ടുകാരല്ല, മറ്റൊരു നാട്ടിൽ നിന്ന് ഇവിടെ താമസമാക്കി ഇവിടുത്തെ ചെറുപ്പക്കാരെയും പുറമേയുള്ള ചെറുപ്പക്കാരെയും അങ്ങോട്ട് എത്തിച്ച് ലഹരിയുടെ വിതരണവും അതോടൊപ്പം ഉപയോഗവും പരമാവധി ആളുകളിലേക്ക്, ചെറുപ്പക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ ഒരു നാട്ടിലെ ഏതൊക്കെ രാഷ്ട്രീയ മത വിഭാഗങ്ങളുണ്ടോ അവരെല്ലാം ഒറ്റക്കെട്ടായി കഴിഞ്ഞ മാസം 11-ാം തീയതി അവിടെ ഒരു സൂചന സമരമെന്ന നിലയ്ക്ക് ഒരു പ്രകടനവും ആ പ്രകടനത്തോടനുബന്ധിച്ചൊരു പൊതുയോഗവും പെട്ടെന്ന് നടത്തുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ ഒരു ബോധവൽക്കരണ ക്ലാസ്, ഇതോടൊപ്പം പുതിയ തലമുറക്ക് ഈ ലഹരിയുടെ വിപത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തി. നാളെ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും, അത് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ കുട്ടികളും സ്ത്രീകളും അടക്കം കുടുംബിനികളും അടക്കമുള്ള മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന വൻ ബഹുജന റാലിയും 5 മണിക്ക് ബഹുജന റാലിയും അതിനുശേഷം 6:30 പൊതു സമ്മേളനവും നടക്കുകയാണ്. ഇത് ഈ ലഹരി മാഫിയക്കെതിരെ ഒരു പ്രദേശത്തിൻ്റെ ശക്തമായ താക്കീതാണ്. ഈ താക്കീതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ ഇനിയും പ്രദേശത്തെ കുട്ടികളെ, യുവാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ നടപടികളുമായി ഏതറ്റം വരെ പോകാനും ആ പ്രദേശത്ത് ഉള്ള ജനങ്ങൾ തയ്യാറാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമര മാർഗമാണ് നാളത്തെ പൊതുയോഗം. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും CNTV Facebook, YouTube, Instagram പേജുകൾ ഫോളോ ചെയ്യുക.